ഹലോ ഗൈസ്, ട്രിപ്പിൻ സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഷിംലയിൽ ഏറ്റവും രസകരവും ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെടുന്നതുമായിട്ട് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടേജിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ മെയിനായിട്ട് എന്തൊക്കെ സ്ഥലങ്ങളാണ് കാണാൻ ഉള്ളത്, കണ്ടറിയുവാൻ ഉള്ളത് എന്നെല്ലാം അന്വേഷിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേ എവിടെ ചെയ്യും, അവിടുത്തെ ഫുഡ് കാര്യങ്ങൾ, ഭക്ഷണ രീതികൾ എന്തായിരിക്കും, നമുക്ക് ഇഷ്ടപ്പെടുന്നവയായിരിക്കുമോ, നമ്മുടെ ഒരു ബഡ്ജറ്റിന് പറ്റുന്ന ഒരു അക്കോമഡേഷൻ സെറ്റപ്പ് ആയിരിക്കുമോ നമ്മൾക്ക് കിട്ടുന്നത് എന്നുള്ളതെല്ലാം നമ്മളുടെ ഓരോരോ ചിന്താഗതികളായിരിക്കും. അല്ല എങ്കിൽ നമ്മൾ എല്ലാവരും തന്നെ നമ്മളൊരു ടൂർ പ്ലാൻ ചെയ്യുന്നതിന് മുൻപേ തന്നെ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മൾ ഷിംലയിൽ പോകുന്നതിന് മുൻപേ തന്നെ ഒരു 2 വീക്സ് മുൻപ് ഞങ്ങൾ ഒരു കോട്ടേജ് ബുക്ക് ചെയ്തിരുന്നു. ഷിംലയിൽ ഒരുപാട് കോട്ടേജുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു കോട്ടേജ് കെൽസ്റ്റൺ കോട്ടേജ് എന്ന് പറയുന്ന ഈ കോട്ടേജാണ്. അപ്പോൾ നമുക്ക് കെൽസ്റ്റൺ കോട്ടേജിലോട്ടൊന്ന് പോയാലോ. നമ്മളങ്ങനെ ഷിംലയിലെത്തി കെൽസ്റ്റൺ കോട്ടേജിലോട്ട് പോവുകയാണ്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് സാധനങ്ങൾ, നമ്മുടെ ലഗേജ് കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മൾ കെൽസ്റ്റൺ കോട്ടേജിലോട്ട് പോകുന്നു. ചെറിയൊരു ബോർഡേ ഉള്ളൂ ഇവിടെ. ഈ കാണുന്ന ഒരു റെഡ് കളറിൽ കാണുന്ന ഒരു റൂഫ് ഉള്ളതാണ് നമ്മുടെ കെൽട്ടൺ സ്റ്റോർ. ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ളും അടുപ്പിച്ച് കോട്ടേജുകളാണ്. പല പേരുകളിലെ, പല ഡിസൈനുകൾ, ഫാഷനുകളിൽ എല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമാണ്. നമ്മളെല്ലാം അതിൻ്റെയൊക്കെ ഉള്ളിൽ കയറാത്തത് കൊണ്ട് തന്നെ നമുക്ക് അറിഞ്ഞൂടാ. ഏതായാലും നമ്മൾ ഈ കെൽസ്റ്റൺ കോട്ടേജ് നമ്മൾ ഫോട്ടോയിൽ കണ്ട് ഇഷ്ടപ്പെട്ടൊന്ന് ബുക്ക് ചെയ്തതാണ്. ഓക്കെ, അന്നേരം അതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളെ, കാര്യങ്ങൾ നമ്മൾക്ക് കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. നമ്മൾ പ്രത്യേകമായിട്ട് ഇവിടെ ഷിംലയിലെത്തിയിട്ട് ശ്രദ്ധിച്ച ഒരു കാര്യമാണ് എല്ലാ ബിൽഡിങ്ങുകളുടെ റൂഫ്. എല്ലാ റൂഫുകളും തന്നെ ഇങ്ങനെ ഷീറ്റ് കൊണ്ട് ഇട്ടതായിരിക്കും. കാരണം ഇവിടെ സ്നോഫോൾസ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ റൂഫുകൾ യൂസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. എല്ലാ ബിൽഡിങ്ങുകളുടെ മേളിലും നമുക്ക് ഇതേപോലെ പല കളറിലുള്ള റൂഫുകൾ കാണാൻ സാധിക്കും. നമുക്ക് ഏതായാലും നമ്മുടെ കെൽസ്റ്റൺ കോട്ടേജിലോട്ട് ഒന്ന് കയറി നോക്കാം. അകത്തെ സ്ഥിതി എന്താകുമെന്ന് നമുക്കറിയില്ല. ഫോട്ടോയിലൊക്കെ ഭയങ്കര ലുക്കായിരുന്നു. ഇപ്പം കയറിയാൽ മാത്രമേ അറിയുള്ളൂ. എൻ്റെ മോനെ, എന്താ ഇത്, നമ്മളൊരു രാജകൊട്ടാരത്തിലെത്തിയൊരു ഫീലാണല്ലോ. നമ്മൾ നമ്മുടെ കോട്ടേജിൻ്റെ ഫസ്റ്റ് എൻട്രിയിൽ തന്നെ നമ്മുടെ മൈൻഡ് ഫുള്ളും 100% നമ്മൾ ഹാപ്പി ആയിരിക്കുകയാണ്. കാരണം നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന നമ്മുടെ ആ ഒരു സൗകര്യം, അല്ലെങ്കിൽ ഒരു ദിവസമാണെങ്കിൽ 2 ദിവസമാണെങ്കിൽ പോലും നമ്മൾ ബുക്ക് ചെയ്ത് നമ്മൾ ഫോട്ടോയിൽ മാത്രമേ കണ്ടുള്ളായിരുന്നു ഇത്. പക്ഷേ നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അമ്മാതിരി ഭംഗി. നമ്മളൊരു രാജകൊട്ടാരത്തിൽ എത്തിയൊരു ഫീലാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മീൻസ് അത്രയ്ക്കും സെറ്റപ്പായിട്ട് തന്നെയാണ് ഇവരിവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കോമൺ ഏരിയ ആണെന്ന് തോന്നുന്നു. അത് തന്നെ, ഇത് കോമൺ ഏരിയ ആണ്. ഡൈനിങ് ടേബിൾ സെറ്റപ്പ്, അതുപോലെ തന്നെ സിറ്റിംഗ് ഏരിയകൾ എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ഇവർ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും ഇവിടുത്തെ ആകർഷകമായത് ഒന്ന് ഇവിടുത്തെ ഫർണിച്ചറുകളാണെന്ന് തോന്നുന്നു. കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അമ്മാതിരി നമ്മുടെ ഒരു പാലസിൻ്റെ ഒക്കെ ലുക്കിൽ തന്നെ അതിൻ്റെ കളറും എല്ലാം കൊണ്ട് തന്നെ ഒരു മനോഹരമാണ് നമ്മുടെ ഈ ഫർണിച്ചറുകളും ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സും. ഈ കോട്ടേജിൽ ആകെപ്പാടെ 3 ബെഡ്റൂംസാണ് നമുക്കുള്ളത്. ഒരു 3 ഫാമിലിക്ക് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത്
ഒരു 2-3 ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കോമൺ ഏരിയയിൽ തന്നെ ഒരു 6 പേർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഏരിയ സെറ്റപ്പാണിത്. നമ്മൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടൊക്കെയായിരുന്നു പോയത്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഷിംല ചെന്ന് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങളുണ്ട്, എല്ലായിടവും വിസിറ്റ് ചെയ്യണം. ഡൽഹിയിൽ ചൂടായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു 2 days ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മൾ ഷിംലയിൽ എത്തിയപ്പോഴത്തേക്കും ചെറിയൊരു രീതിയിൽ മാത്രമേ തണുപ്പ് കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. വലിയതായിട്ട് സ്നോഫോള് കാര്യങ്ങൾ, മഞ്ഞ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് ഒരു സമാധാനം തന്നെ, നമ്മൾ ബുക്ക് ചെയ്ത ആ ഒരു കോട്ടേജ് നല്ല രീതിയിൽ തന്നെ അവർ സെറ്റപ്പ് ചെയ്ത് നല്ല അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങൾ തന്നെ നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അതൊരു നമുക്കൊരു പ്ലസ് പോയിൻ്റ് തന്നു. നമ്മൾ 2 റൂമായിരുന്നു അവിടെ ബുക്ക് ചെയ്തിരുന്നത്, 2 ഡ്യൂലക്സ് റൂംസ്. അതിൽ ഒന്നാണിത്. അതിൻ്റെ അകത്തെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ അവർ അറേഞ്ച്മെൻറ്റ് ചെയ്തിരുന്നു. ഒരു TV, ക്ലോക്ക്, ചെറിയൊരു ഫാന്. അവിടെ AC-യുടെ ആവശ്യം വരുന്നില്ല, തണുപ്പായതുകൊണ്ട് തന്നെ. അതിനാൽ തന്നെ നമ്മൾക്ക് ഒരു ചെറിയ ആവശ്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു ഫാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റൂമിനുള്ളിൽ അറ്റാച്ച്ഡ് ബാത്റൂം, അതുപോലെ തന്നെ ഒരു 2-3 പേർക്ക് സുഖത്തെ കടക്കാൻ പറ്റുന്ന ഒരു ഫാമിലി ബെഡ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു. 2 റൂമും തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു. അതിൻ്റെ അകത്ത് ലൈറ്റ് കാര്യങ്ങൾ, അതിന് ബാൽക്കണി ഉണ്ട്. ബാൽക്കണി ഞാൻ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാൽക്കണിയിൽ നോക്കിയാൽ തന്നെ അത്യാവശ്യം നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ ബാൽക്കണി സെറ്റപ്പ് ചെയ്തിരുന്നു. റൂമിൽ ഓരോ ഡെക്കറേഷൻ ഐറ്റംസും നമ്മളെ ആകർഷകം ചെയ്യുന്ന രീതിയിൽ തന്നെ ഉള്ളതായിരുന്നു. നമുക്ക് സാധനങ്ങൾ വെക്കാൻ വേണ്ടി തന്നെ അൽമിര കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ബാത്റൂം ആണെങ്കിലും നല്ല വൃത്തിയിൽ തന്നെയായിരുന്നു ബാത്റൂം. കറക്കമൊക്കെ കഴിഞ്ഞിട്ട്, നമ്മുടെ വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും കൂടെ കോമൺ ഏരിയയിൽ സൊറ പറഞ്ഞിരുന്ന്. അപ്പോഴേക്കും നമ്മൾ ഫുഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ ഫുഡ് ഓർഡർ കൊടുത്ത്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഓർഡർ കൊടുത്ത് നമ്മൾ നമ്മുടെ കോട്ടേജിൽ തന്നെയാണ്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അപ്പോൾ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഫുഡ് റെഡിയായി നമുക്ക് ടേബിളിൽ കൊണ്ട് വെച്ച് നമ്മൾ ചില്ലി പൊട്ടറ്റോയും പിന്നെ ചിക്കൻ്റെ ഒരു ഐറ്റം, ചോറ്, ചപ്പാത്തി, അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം നമ്മൾ കാണിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ സമയം നല്ല വിശപ്പുണ്ട്, ഒന്ന് കഴിക്കട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.